നെതർലാൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിൽ എത്തി. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര, സാങ്കേതിക, പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 2018 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീഡൻ സന്ദർശിക്കുന്നത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി സ്വീഡനിലെത്തിയത്. സ്വീഡനിലേക്ക് പ്രവേശിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് സ്വീഡിഷ് ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചിരുന്നു. സ്വീഡനിലെ ഗോതൻബർഗിൽ പ്രധാനമന്ത്രി താമസിക്കുന്ന ഹോട്ടലിൽ നരേന്ദ്രമോദിയെ പരമ്പരാഗത ഇന്ത്യൻ നൃത്തരൂപത്തോടെയാണ് സ്വീകരിച്ചത്. സ്വീഡൻ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വിദേശ നിക്ഷേപം, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശ സഹകരണം തുടങ്ങിയ നിർണായക മേഖലകളുണ്ട്. കൂടാതെ യൂറോപ്പിലെ പ്രമുഖ സിഇഒമാരുമായി മോദി കൂടിക്കാഴ്ച നടത്തും. കൃത്രിമ ബുദ്ധി, ഹരിത പരിവർത്തനം, പ്രതിരോധ ശേഷിയുള്ള വിതരണ ശൃംഖലകൾ, നൂതന ഉൽപാദനം എന്നിവയാണ് പ്രധാന ചർച്ചാ മേഖലകൾ. 60 സിഇഒമാർ പങ്കെടുക്കുന്ന യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള വിദേശ പര്യടനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നേരത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് ഭരണത്തലവനായ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഹരിത ഊർജം, പ്രതിരോധം, വാട്ടർ മാനേജ്മെന്റ്, അത്യാധുനിക സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും നെതർലൻഡ്സും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ തമ്മിൽ ധാരണയായി. സന്ദർശനത്തിനിടെ ഹേഗിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക, ആഗോള നിർമ്മാണ ഹരിത ഊർജ്ജ ഹബ്ബായി മാറുക, ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിക്കുക എന്നിവയാണ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഹേഗിലെ കൊട്ടാരത്തിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആദരവോടെ ഔദ്യോഗിക വിരുന്നൊരുക്കിയിരുന്നു. ഈ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി സ്വീഡനിലേക്ക് യാത്ര തിരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.